അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്വിസ്റ്റിംഗ് കപ്പിൾ ഓൺ എ സിലിണ്ടർ. ഒരു സിലിണ്ടറിക്കൽ റോഡിൻ്റെ ഒരറ്റം ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരറ്റം ഫിക്സ് ചെയ്തു, മേൽഭാഗം ഫിക്സ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അടിഭാഗം നമ്മളങ്ങ് പിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കപ്പിൾ അപ്ലൈ ചെയ്തു. കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുക, അതിന് പറയുന്ന പേരാണ് കപ്പിൾ. ഓക്കെ, ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അടിഭാഗം നല്ല ട്വിസ്റ്റ് ചെയ്യപ്പെടും. മേൽഭാഗം ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ മേലേക്ക് എത്തുന്നതോറും ട്വിസ്റ്റിങ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ മേലെ ട്വിസ്റ്റിങ് കുറവായിരിക്കും, അടിക്ക് എത്തുന്നതോറും ട്വിസ്റ്റിങ് കൂടി കൂടി വരും. അടിയിലുള്ള ട്വിസ്റ്റിങ് തീറ്റാണ് നിൽക്കുക. അപ്പോൾ അതിനൊരു സൂം ചെയ്തൊരു ചിത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കൺസിഡർ എ സിലിണ്ടറിക്കൽ റോഡ് ഓഫ് ലെങ്ത് L, റേഡിയസ് R, റിജിഡിറ്റി മോഡുലസ് N. ഇതിപ്പോൾ റിജിഡിറ്റി മോഡുലസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ പറഞ്ഞു ഇങ്ങനെ കപ്പിൾ കൊടുത്താൽ ആ സിലിണ്ടറിക്കൽ റോഡ് പിരിയും, ട്വിസ്റ്റ് ചെയ്യപ്പെടും. കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് കണ്ടെത്തണം. അതായത് അടിഭാഗത്ത് നമ്മളൊരു കപ്പിൾ കൊടുക്കുന്ന സമയത്ത് തീറ്റ ആംഗിൾ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? 1 ഡിഗ്രി ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്യാൻ എത്ര കപ്പിൾ നമ്മൾ പ്രയോഗിക്കണം, ആ ഒരു ഫാക്ടർ നമ്മളിവിടെ കണ്ടെത്താൻ പോവുകയാണ്. ഓക്കെ, The road is twisted by applying a couple to its lower end. In a plane perpendicular to its length. അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് കപ്പിൾ ഉള്ളത് എന്ന്. അതായത് ഇതൊരു പ്ലെയിനാണ്, നമ്മുടെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ അല്ലേ ഈ അപ്ലൈഡ് ഫോഴ്സ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് എന്ത് ചെയ്തു, കപ്പിൾ പ്രയോഗിച്ചാൽ എന്ത് ചെയ്യും, ഇവിടെ ട്വിസ്റ്റിങ് സംഭവിക്കും. ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ട്വിസ്റ്റ് ചെയ്യാൻ എത്ര കപ്പിൾ ഇവിടെ കൊടുക്കണം എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഫ് വി അപ്ലൈ എ കപ്പിൾ റീസ്റ്റോറിങ്, കാരണം ഇതൊരു ഇലാസ്റ്റിക് ബോഡിയാണ്, റീസ്റ്റോറിങ് couple will set up inside the body. ആ ബോഡിക്കകത്തൊരു റീസ്റ്റോറിങ് കപ്പിള് ഡെവലപ്പ് ചെയ്യും. കാരണം അത് ഇലാസ്റ്റിക് ബോഡിയാണ്, അത് വിട്ടാൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരും. അതായത് റീസ്റ്റോറിങ് കപ്പിൾ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അറ്റ് ഇക്വിലിബ്രിയം അപ്ലൈഡ് couple and restoring couple will be equal and balances. And balance each other. നോ, നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് സൂം ചെയ്ത് വരച്ചതാണ് ഈ ചിത്രം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടിയിൽ നമ്മളൊരു കപ്പിൾ പ്രയോഗിച്ചു. കപ്പിൾ തന്നെ അങ്ങനെ ഫോഴ്സ് കൊടുക്കുക. അത് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ
ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്. ഈ സെൻട്രൽ ആക്സിസുമായി ഈ ഫോഴ്സിനെ റിലേറ്റ് ചെയ്യണം നമുക്ക്. ഇവിടെ നിന്ന് ഇവിടെ ഒരു ടോർക്ക് ഉണ്ട് എന്ന് പറയാം. ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ടോർക്ക് ഉണ്ട്, ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട ടോർക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ഇങ്ങനെ രണ്ട് ടോർക്ക്, ആ രണ്ട് ടോർക്ക് ഉള്ളതുകൊണ്ടാണ് അവിടെ കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, യൂണിറ്റ് ഡിഗ്രി ഇവിടെ ടേൺ ചെയ്യണം, ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര കപ്പിൾ ഇവിടെ പ്രയോഗിക്കണം എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സോ വി വിൽ ഡിവൈഡ് we will consider the cylindrical rod as a large number of coaxial cylinders having thickness dx and radius x. ഇൻ ജനറൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, ഈ സിലിണ്ടർ ഒരുപാട് കോയാക്സിയൽ സിലിണ്ടേഴ്സ് കൂട്ടി എന്ത് ചെയ്തു, സെൻട്രൽ ഒരു ആക്സിസ്, പിന്നെ ചുറ്റും ഒരു കോയാക്സിയൽ സിലിണ്ടർ, വീണ്ടും അടുത്ത കോയാക്സിയൽ സിലിണ്ടർ, അങ്ങനെ വെച്ച് അങ്ങനെയാണ് ഈ സിലിണ്ടർ മൊത്തമായിട്ട് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ ഏതെങ്കിലും ഒരു കോയാക്സിയൽ സിലിണ്ടർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് എക്സ് ആണ്, അതിൻ്റെ തിക്നെസ് ഡി എക്സ് ആണ്. ഓക്കെ, thickness of any coaxial cylinder dx radius of coaxial cylinder x. Now നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ കപ്പിൾ പ്രയോഗിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ഈ സിലിണ്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ മൊത്തം സിലിണ്ടറിക്കൽ റോഡ്, അതിൻ്റെ ഉള്ളിലെ ഉള്ളിലെ മാർക്ക് ചെയ്ത ഈ സിലിണ്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് സിലിണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആർബിട്രറി ആയിട്ടുള്ള ഒരു സിലിണ്ടർ നമ്മൾ ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തത് ഈ സിലിണ്ടറാണ്. ഓക്കെ, ഈ സിലിണ്ടറിൻ്റെ തിക്നെസ് ഡി എക്സ്, ഇതാണ് ഡി എക്സ്, ഇതിൻ്റെ റേഡിയസ് ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്, ഈ പ്ലെയിനിന് എന്താണ്, പാരലലാണ്, അതായത് ഈ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. ഇങ്ങനെയാണ് ഫോഴ്സ് ഉള്ളത്, ഇങ്ങനെ. ഓക്കെ, നമുക്കിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലെ കോആക്സിയൽ സിലിണ്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ട്വിസ്റ്റിങ് ഇവിടെ ഫൈ, ഇതിങ്ങനെ സെൻറ്ററൊക്കെ ഈ ആക്സിസിലെത്തുമ്പോൾ ഈ ഫൈ 0 ആയിട്ടുണ്ടാവും. ഇങ്ങനെ പോകുന്നതോറും ഇങ്ങനെ കൂടി വരും. അതുപോലെ ഇവിടുത്തെ ഈ ട്വിസ്റ്റിങ് അടിയിലെ എന്തായിട്ടുണ്ടാവും, മേൽക്കത്തും തോറും ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 0 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഫൈ ഇവിടെ ഇപ്പോൾ നമ്മൾ ആർബിട്രറി കൺസിഡർ ചെയ്ത ഈ സിലിണ്ടറിൻ്റെ മേലുള്ള ഈ ആംഗിൾ എന്താണ്, ട്വിസ്റ്റ് ചെയ്ത സമയത്ത് മേലെ ഉണ്ടാക്കിയ ആംഗിൾ ഫൈ ആണ്, അടിയിലുള്ള ആംഗിൾ തീറ്റ ആണ്. അത് രണ്ടും കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും.
ഇവിടെ ഇതാണല്ലോ, ഇത് കോമൺ ആയിട്ടുള്ള അതിനുള്ള രണ്ടിനും കൂടിയുള്ള ആർക്കാണ്. അപ്പോൾ ഈ ആർക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, ബി ബി പ്രൈം നമുക്കറിയാം ആംഗിൾ ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. സോ ആർക്ക് ബി ബി പ്രൈം ആർക്ക് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ്. സോ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ബി പ്രൈം ആണ്, അതാണ് ബി ബി പ്രൈം, അതാണ് ആർക്ക്. അത് പറഞ്ഞാൽ തീറ്റ ഇൻറ്റു എക്സ്. ഓക്കെ, കാരണം എന്താ, നമ്മൾ കൺസിഡർ ചെയ്ത ആർബിട്രറി സിലിണ്ടറിൻ്റെ റേഡിയസ് എന്താണ്, എക്സ് ആണ്. ഓക്കെ, ഇവിടെ ഉണ്ടാക്കിയ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും. ഇനി മേലത്തെ ഇതും ഈ ഫൈ ആയിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും, കാരണം ഈ ലെങ്ത് എല്ലാണ്. ഓക്കെ, ഈ ലെങ്ത് എല്ലല്ലേ, അപ്പോൾ ഫൈനെ നമുക്ക് ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇതിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബി ബി പ്രൈം ഒന്നും കൂടി എഴുതാം ഇൻ ടേംസ് ഓഫ് ഫൈ. ബി ബി പ്രൈം ഇൻ ടേംസ് ഓഫ് ഫൈ. ഫൈൻ്റെ ടേംസിൽ എഴുതാണെങ്കിൽ ബി ബി പ്രൈം ഈസ് ഈക്വൽ ടു ഫൈ എൽ എന്ന് എഴുതാം. അവിടെ ആംഗിൾ ഫൈ ആണ്, റേഡിയസ് എല്ലാണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത്, റേഡിയസ് പോലെ അത് കരുതാൻ പറ്റും, കാരണം ഒരുപാട് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെറിയ ലെങ്ത്തുമാണ്. അപ്പോൾ പിന്നെ ഒരു സർക്കിളിൻ്റെ ആർക്ക് പോലെ ഇതിന് നമുക്ക് കരുതാൻ പറ്റും. സ്മോൾ ആംഗിൾ അല്ലേ. നോ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. കമ്പയറിങ് ഇത് 1 2 1 and 2. അപ്പോൾ എന്ത് ചെയ്യാം, തീറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഫൈ എൽ. എക്സ് ഈസ് ഈക്വൽ ടു അല്ല തീറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഫൈ എൽ. ഫൈ ഈസ് ഈക്വൽ ടു തീറ്റ എക്സ് ബൈ എൽ. ഓക്കെ, ഫൈ നമുക്ക് തീറ്റൻ്റെ ടേമിൽ ചെയ്യുന്നത്, അതായത് ഇവിടെ ട്വിസ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായ ഫൈ എന്ന് പറഞ്ഞാൽ ഈ തീറ്റൻ്റെ ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നൗ റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസ് n ഈക്വൽ ടു shearing strain by ടാൻജൻഷ്യൽ, അങ്ങനെ ഇരിക്കുള്ളൂ, ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെയിൻ ബൈ ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ, അതായത് ഇവിടുത്തെ കേസിൽ ഷിയറിംഗ് സ്ട്രെസ് ആയിരിക്കും, കാരണം അത് ഇങ്ങനെയാണുള്ളത്, ഇങ്ങനെയാണ് ഫോഴ്സ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈ ആണ്. മേലെ ഉണ്ടാകുന്ന ഈ നമ്മൾ ആ ടേബിളിലൊരു വസ്തു വെച്ചിട്ട് നമ്മൾ ടേബിളിലൊരു ബോഡി വെച്ചാണ്ട് നമ്മൾ ഇങ്ങനെ പാരലൈസ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് നിന്ന് ചെരിയും. ഈ ആംഗിളാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഈ കേസിൽ ഇവിടെ ഫൈ ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഷിയറിംഗ് സ്ട്രെസ് ബൈ ഫൈ എന്ന് പറയാൻ പറ്റും. അതിന് ഷിയറിംഗ് സ്ട്രെസ് പറഞ്ഞാൽ ടി എന്ന് വിളിച്ചു, ഫൈ നമുക്ക് തീറ്റ എക്സ് ബൈ എൽ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താവും, എൽ ബൈ തീറ്റ എക്സ് ഇൻറ്റു ടി. ഇത് ഷിയറിംഗ് സ്ട്രെസ് ആണ്, ഷിയറിംഗ് സ്ട്രെസ് ടി. ഓക്കെ, ഷിയറിംഗ് സ്ട്രെസ്സിന് നമുക്ക് എന്ത് ചെയ്യാം, എൽ ബൈ തീറ്റ എക്സ് ഇൻറ്റു ഷിയറിംഗ് സ്ട്രെസ് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ്
ബൈ ഏരിയ എന്ന് പറയാൻ പറ്റും. ഏരിയ എന്ന് പറഞ്ഞാൽ അതിന് പാരലൽ ഏരിയ, പാരലൽ ഏരിയ. ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ, ആ ഫോഴ്സിന് പാരലായിട്ടുള്ള ഏരിയ. അപ്പോൾ ഈ കേസിൽ ഫോഴ്സ് ഇങ്ങനെയാണ് ഫോഴ്സ് ഇങ്ങനെ. അപ്പോൾ ഈ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ കോആക്സിയൽ സിലിണ്ടറാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും അവിടുത്തെ ടാൻജൻഷ്യൽ ഏരിയ. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ള ഫോഴ്സും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താ, നമ്മൾ കൺസിഡർ ചെയ്ത ഈ കോആക്സിയൽ സിലിണ്ടറിൻ്റെ ഈ ഏരിയ, ഈ കളർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയ നമുക്ക് എന്ത് പറയാം, 2πx dx എന്ന് വിളിക്കാം അല്ലേ. ഇതിൻ്റെ റേഡിയസ് എക്സ് ആണ്. അപ്പോൾ ഈ മൊത്തം ഉള്ള വട്ടം എന്താണ്, പെരിമീറ്റർ എന്താണ്, 2πx. സ്മോൾ അല്ലേ, അപ്പോൾ 2πx dx എന്ന് എഴുതാൻ പറ്റും. തിക്നെസ് dx ആണ്, അപ്പോൾ 2πx dx എന്ന് പറയാൻ പറ്റും. പാരലൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, 2πx dx, 2πx dx. ഇത് നമുക്ക് ടാൻജൻഷ്യൽ, ഇവിടെ n ആണല്ലോ ഇത്. ഇനി ഇതിന് ഈ ഇവിടെ പാരലൽ ഏരിയക്ക് പകരം ഇത് കൊടുക്കുക. അപ്പോൾ n ഈസ് ഈക്വൽ ടു L ബൈ തീറ്റ എക്സ് ഇൻറ്റു ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ 2πx dx. ഇത് നമുക്ക് ടാൻജൻഷ്യൽ ഫോഴ്സ് എന്താണെന്ന് കിട്ടും. ടാൻജൻഷ്യൽ ഫോഴ്സ് 2πn തീറ്റ എക്സ് സ്ക്വയർ dx ബൈ L അല്ലേ. ഇത് മൊത്തം കിട്ടുകൊണ്ടുപോയി ടാൻജൻഷ്യൽ ഫോഴ്സ് മാത്രം ആക്കിയാൽ L ഇങ്ങനെ ആയിരിക്കും. 2πn തീറ്റ എക്സ് സ്ക്വയർ dx. ഇവിടെ ഇപ്പോൾ വേരിയബിൾ ഈ എക്സും ഇത് മാത്രമേ ഉള്ളൂ. നൗ ടോർക്ക്, എന്താ ഇവിടുത്തെ ഇതിലുള്ള ടോർക്ക് എന്താ, ടോർക്ക് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ഫോഴ്സിന്റെ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്താ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ആക്സിസ് ഏതാണ്, ഇവിടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ്, ഈ മേൽക്കോണത്. അപ്പോൾ ഇതിൻ്റെ ഈ ഇവിടെയുള്ള ഫോഴ്സ് ടാൻജൻഷ്യൽ ഫോഴ്സ് ഇതാണ്. അപ്പോൾ ഇത് ഈ ആക്സിസിൻ്റെ അബൌട്ടുള്ള ടോർക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്താ, ഈ ഫോഴ്സ് ഇൻറ്റു ഈ റേഡിയസ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യും, ടോർക്ക് ഈസ് ഈക്വൽ ടു ഡീട്ടോ. സ്മോൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്, എന്ത് ചെയ്തു, സ്മോൾ കോആക്സിയൽ സിലിണ്ടർ ആണ്. അപ്പോൾ ഡീട്ടോ ഈസ് ഈക്വൽ ടു 2πn ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയ ഡിസ്റ്റൻസ് എന്താ, എക്സ് ആണ്. ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2πn തീറ്റ എക്സ് സ്ക്വയർ dx ബൈ L ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ കൺസിഡർ ചെയ്ത കോആക്സിയൽ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എന്ത് ചെയ്തു, ഡിസ്റ്റൻസ്. ക്രോസ് സെക്ഷനിന് പാരലായിട്ടാണ് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഫോഴ്സും ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ആ നമ്മൾ കൺസിഡർ ചെയ്ത സിലിണ്ടറിൻ്റെ റേഡിയസ് ആണത്. അപ്പോൾ എന്താവും, ഈ എക്സും കൂടി ഉള്ളിലേക്ക് വരും. അപ്പോൾ എന്താവും, 2πn തീറ്റ ബൈ L എക്സ് ക്യൂബ് dx ഇതാണ് ഡീട്ടോ. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്ത സ്മോൾ ടോർക്ക് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ടോർക്ക് എന്നോ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നൊക്കെ പറയാം. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓൺ കോആക്സിയൽ സിലിണ്ടർ. കോആക്സിയൽ സിലിണ്ടറിലുള്ള മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇങ്ങനെയാണ് വരിക. ഈ മൊത്തം സിലിണ്ടർ ഫോർ ദ ഓവറോൾ സിലിണ്ടർ
മൊത്തമായിട്ടുള്ള ടോർക്ക് എന്താ ഇന്റഗ്രൽ ഡി ടോ. ഓക്കെ, ടോ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ടോ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2 പൈ എൻ തീറ്റ ബൈ എൽ എക്സ് ക്യൂബ് ഡി എക്സ്. ഇതിലിപ്പോൾ 2π കോൺസ്റ്റന്റ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ് ആണ്, ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്, അത് കോൺസ്റ്റന്റ് ആണ്. തീറ്റ അടിയിലുള്ള ആംഗിൾ ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. പൈ എൽ എക്സ് ക്യൂബ് ഡി എക്സ്, അത് മാത്രമേ ഉള്ളൂ. എക്സിന്റെ ലിമിറ്റ് എന്താണ്? എക്സ് വേരീസ് ഫ്രം, എക്സ് ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യണത്, സീറോയിൽ നിന്ന്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഈക്വൽ ടു 0, ഇവിടെ എന്താ എക്സ് ഈക്വൽ ടു ആർ റേഡിയസ്. അതുകൊണ്ടിട്ട് കൊടുക്കുക, ഇൻ്റഗ്രേഷനിൽ കൊടുക്കുമ്പോൾ എന്താവും? 0 to r. മൊത്തം സിലിണ്ടറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ സിലിണ്ടർ അതിൻ്റെ റേഡിയസ് ആണ് ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് വേരിയബിൾ. അപ്പോൾ അത് 0യിൽ നിന്ന് 6 വരെയാണുള്ളത്. അപ്പോൾ അത് കൊടുത്താൽ 2πn തീറ്റ ബൈ എൽ എക്സ് റേസ് ടു 4/4 0 to r. അപ്പോൾ എന്താവും? 2πn തീറ്റ r റേസ് ടു 4/4 4l എല്ലുണ്ട് ഇവിടെ. 2 വെട്ടിയാൽ എന്താവും? πnr റേസ് ടു 4 തീറ്റ ബൈ എൽ. ഇതാണ് ടോട്ടൽ ട്വിസ്റ്റിംഗ് കപ്പിൾ. ടോട്ടൽ ട്വിസ്റ്റിംഗ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് സി ടോ ഈസ് ഈക്വൽ ടു സി തീറ്റ. Let C be the couple per unit twist. അങ്ങനെ പറഞ്ഞാൽ യൂണിറ്റ് ഡിഗ്രിയിൽ ട്വിസ്റ്റ് ഉണ്ടാവാൻ, അതായത് ഇവിടെ അടിഭാഗത്ത് നമ്മൾ ഏറ്റവും എന്ത് ചെയ്തു, താഴെ ഭാഗത്ത് യൂണിറ്റ് 1 ഡിഗ്രിയിൽ ട്വിസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണ് സി നിൽക്കുക. സി ബി ദ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്, അതായത് യൂണിറ്റ് ഡിഗ്രിയിൽ ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ സി ആണെങ്കിൽ ടോട്ടൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്, ടോട്ടൽ കപ്പിൾ ഫോർ ട്വിസ്റ്റിംഗ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി ആംഗിൾ ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ഉണ്ടാവും? യൂണിറ്റ് ട്വിസ്റ്റിന് സി ആണെങ്കിൽ തീറ്റ ഡിഗ്രി ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ സി ഇൻറ്റു തീറ്റ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രേഷൻ ചെയ്ത് കണ്ടു വെച്ചിട്ടുണ്ട്. എന്ത് ടോട്ടൽ ട്വിസ്റ്റിന് വേണ്ട കപ്പിൾ എന്താണെന്ന്. അതാണ് ടോ ഈസ് ഈക്വൽ ടു πr റേസ് ടു 4 തീറ്റ ബൈ എൽ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സി എന്നുള്ളത് യൂണിറ്റ് ട്വിസ്റ്റിനുള്ളതാണെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടും കൂടി കമ്പയർ ചെയ്യാം. ഇക്വേഷൻ 3, ഇത് 4. ഈ ടേം എന്താണ്? അങ്ങനെയാണെങ്കിൽ സി അല്ലേ, കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് അല്ലേ. കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റിനെ ടോട്ടൽ ആംഗിൾ കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ കപ്പിൾ ഫോർ ട്വിസ്റ്റിംഗ് ആൻ ആംഗിൾ തീറ്റ. അതായത് സി കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് C is equal to πnr raised to 4 by ഇവിടെ 2l എന്നുണ്ട് കേട്ടോ. ഇവിടെ 4 രണ്ടും വെട്ടി അടി 2 ഉണ്ടാവുമല്ലോ. πnr raised to 4/2l πnr raised to 4/2l
ഇതാണത് കപ്പിൾ പെർ യൂണിറ്റ് ടിസ്റ്റ് ഫോർ എ സിലിണ്ടർ. ഓക്കെ, താങ്ക് യു. നമ്മളെന്താ ഇവിടെ ചെയ്തത്? റിജിഡിറ്റി മോഡുലസിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് എന്ത് ചെയ്തു? ഷിയറിങ് എന്ത് ചെയ്തു? ടാൻജൻഷ്യൽ ഫോഴ്സ് കണ്ടെത്തി. ടാൻജൻഷ്യൽ ഫോഴ്സ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു കോആക്സിയൽ സിലിണ്ടറിലുള്ളത് സിലിണ്ടറിൽ ഉള്ള കപ്പിൾ കണ്ടെത്തി. എന്നിട്ട് മൊത്തം സിലിണ്ടറിന് കിട്ടാൻ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ മൊത്തം തീറ്റ ഡിഗ്രിയിൽ ടിസ്റ്റ് ചെയ്യാനുള്ള കപ്പിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രിയിലുള്ളത് തീറ്റ എന്നുള്ളത് ഒഴിവാക്കി ബാക്കിയുള്ളതായിരിക്കും. അതാണ് എന്ത് ഇത്. താങ്ക് യു.